നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന തീയതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് വിവാദമായി. പ്രധാനമന്ത്രി വന്നാലും ഇല്ലെങ്കിലും മെയ് 30-ന് ഉദ്ഘാടനം നടത്തുമെന്ന കടകംപള്ളിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തി. ഉദ്ഘാടന തീയതി നിശ്ചയിച്ചിട്ടില്ല എന്ന വിശദീകരണം. പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തുനിൽക്കുമെന്നും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിക്കെതിരെ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് BJP. ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് VS അച്യുതാനന്ദൻ. ഏത് അഴിമതിക്കാരെയും വിശുദ്ധനാക്കാമെന്ന് CPM തെളിയിച്ചുവെന്ന് MM ഹസൻ. ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിലെടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കാനം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയിൽ കേരള കോൺഗ്രസിന് ജയം. CK വിനീതിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നടപടിയിൽ കേന്ദ്ര ഇടപെടൽ. AG's ഓഫീസിൽ നിന്നും പിരിച്ചുവിട്ടത് അന്വേഷിക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി. സർക്കാർ കളിക്കാർക്കൊപ്പമാണെന്നും വിജയ് ഗോയൽ. കേന്ദ്ര ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതെന്ന് CK വിനീത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജസ്റ്റിസ് കർണന് തിരിച്ചടി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണൻ നൽകിയ ഹർജി പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി. ഹർജി നിലനിൽക്കില്ലെന്നും കോടതി. ന്യൂസ് 18 വാർത്ത നിയമസഭയിൽ. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ ഉന്നയിച്ച് പ്രതിപക്ഷം. മഞ്ചേരിയെ മികച്ച മെഡിക്കൽ കോളേജാക്കുമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് പനി പടരുന്നു. തിരുവനന്തപുരത്ത് ഡെങ്കിപ്പനി പിടിച്ചു നിർത്താനാകാതെ ആരോഗ്യവകുപ്പ്. വിഴിഞ്ഞം ചൊവ്വര ക്ലിഫ് ഇടിച്ചു നിരത്തുന്നതിനെതിരെ റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ. 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ കലക്ടർക്ക് നിർദ്ദേശം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. കടകംപള്ളി ഭൂമി തട്ടിപ്പിലും സർക്കാർ നടപടി. വില്ലേജ് ഓഫീസിൽ നിന്ന് റവന്യൂ വിജിലൻസ് രേഖകൾ പിടിച്ചെടുത്തു. ന്യൂസ് 18 ഇംപാക്ട്. ഉദ്ഘാടന വിവാദത്തിലെ രാഷ്ട്രീയമെന്ത്? മെട്രോ ഉദ്ഘാടന വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് സർക്കാർ തീയതി നിശ്ചയിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ അഭാവത്തിലും മെയ് 30-ന് ഉദ്ഘാടനം നടക്കുമെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവന വിവാദമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പ്രധാനമന്ത്രിക്കെതിരെ സംസ്ഥാനം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികാഘോഷ പരിപാടികൾ വിശദീകരിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിങ്ങനെ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൺഫർമേഷൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണത് പ്രത്യേകിച്ച് ഇതിനകത്തെടുത്ത് പറയാത്തത്. PMO ഓഫീസിലാണ് അതിൻ്റെ അവസാന ഫയൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ ചില ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഗവൺമെൻറ് കൊടുത്തു. 30-ാം തീയതി ആദ്യം വരുന്ന തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. മെയ് 30-നാണ് മെട്രോ ഉദ്ഘാടനത്തിന് ഉദ്ദേശിക്കുന്നതെന്നും പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നുമാണ് കടകംപള്ളി വ്യക്തമാക്കിയത്. കേന്ദ്ര സഹായത്തോടെ പൂർത്തിയാക്കിയ പദ്ധതിയിൽ നിന്നും പ്രധാനമന്ത്രിയെ അവഗണിക്കുന്ന വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ വിശദീകരണവുമായി എത്തി. അദ്ദേഹത്തിന്റെ ഓഫീസുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീയതി ലഭിക്കുമെന്ന് തന്നെയാണ് ഒരു മനോഹര പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തീയതി ലഭിച്ചു കഴിഞ്ഞാലാണ് ഉദ്ഘാടന തീയതി ഏതാണെന്ന് നിശ്ചയിക്കാൻ പറ്റുക. ഇപ്പോൾ ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല. ഏതോ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ 30-ന് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല. മെട്രോ ഉദ്ഘാടന തീയതി സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാട് മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളുന്നു. സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് മെട്രോ ഉദ്ഘാടനം നടത്താനായിരുന്നു സർക്കാരിന്റെ നേരത്തെയുള്ള പദ്ധതി. ആഘോഷ പരിപാടികൾ തയ്യാറാക്കിയ മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശം പരിഗണിച്ചായിരുന്നു ഇത്. ഏപ്രിൽ 11-ന് പ്രധാനമന്ത്രിയുടെ തീയതി ചോദിച്ച് കത്തെഴുതി. മെയ് പകുതിയോടെ പ്രധാനമന്ത്രി മെട്രോ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു കത്ത്. അതേസമയം പ്രധാനമന്ത്രിയെ അവഗണിക്കാൻ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ആരോപിച്ചു. പ്രധാനമന്ത്രിയെ ഔപചാരികമായി ക്ഷണിക്കുകയും അദ്ദേഹത്തിന് സൗകര്യപ്രദമായ ഒരു തീയതി നിശ്ചയിച്ച് ആ പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയുമാണ് കേരള സർക്കാർ ചെയ്യേണ്ട, സാമാന്യ മര്യാദയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം. പക്ഷേ കേരള സർക്കാർ പ്രധാനമന്ത്രി ഇല്ലാത്ത ഒരു ദിവസം നോക്കി അദ്ദേഹം വിദേശ പര്യടനത്തിലാണ് ഈ ദിവസം എന്ന് വളരെ വ്യക്തമായി അറിയാമെന്നിരിക്കെ ആ ദിവസം തന്നെ പരിപാടി നിശ്ചയിച്ച് പ്രോഗ്രാമായിട്ട് മുന്നോട്ടേക്ക് പോയത് ഒട്ടും ശരിയായില്ല.
പ്രധാനമന്ത്രിയെ അവഗണിക്കുന്നതിനെതിരെ KV തോമസ് MPയും രംഗത്തെത്തി. വിവാദത്തിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തയ്യാറായില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതാവ് ശ്രീ CN മോഹനൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ മന്ത്രി, അദ്ദേഹം കോട്ടയത്തുണ്ട്. ശ്രീ VV രാജേഷ് BJP നേതാവ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ശ്രീ M വിജയനുണ്ണി മുൻ ചീഫ് സെക്രട്ടറി, അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ CN മോഹനൻ, പ്രധാനമന്ത്രിയെ ഒഴിവാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത മെയ് 30-ാം തീയതി ഉദ്ഘാടന തീയതിയായി നിശ്ചയിച്ചു. പക്ഷേ വിവാദം കൂടുതൽ ശക്തമാകും എന്ന ബോധ്യമുണ്ടായതോടുകൂടി മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഇക്കാര്യങ്ങളെല്ലാം നിഷേധിച്ചു. ഇങ്ങനെയാണോ ഉണ്ടായത്? ഇതാണോ ശരി? ശ്രീ CN മോഹനൻ, താങ്കൾ കേൾക്കാമോ? കേൾക്കാമോ ശ്രീ മോഹനൻ? അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. ശ്രീ VV രാജേഷ്, മുഖ്യമന്ത്രി വന്ന് അങ്ങനെ 30-ാം തീയതി എന്ന് നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ വിവാദത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടതല്ലേ? സനീഷ, ആദ്യം ഞാൻ പറയാം, വോളിയം ലെവൽ കുറവാണ്, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മറ്റൊന്ന്, ഇവിടെ ഞങ്ങൾ വിവാദത്തിനൊന്നുമില്ല, ഞങ്ങൾ വിവാദം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾക്ക് വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ 2ാം ഘട്ട പണി ആരംഭിച്ച് കേരളത്തിൻ്റെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നത് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കടകംപള്ളിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് എല്ലാ മാധ്യമങ്ങളിലും, പല മാധ്യമങ്ങളും, ഡൽഹി റിപ്പോർട്ടർമാർ, കൊച്ചി റിപ്പോർട്ടർമാർ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം റിപ്പോർട്ടർമാർ, ഇവരൊക്കെ തന്നെ അവരുടെ വെർഷൻ പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ചർച്ചയാക്കിയപ്പോൾ അതിൽ ഒരു ഭാഗം ഞങ്ങളുടെ പാർട്ടി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നയം വ്യക്തമാക്കേണ്ടി വന്നു, ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. അവിടെയാണ് ഇത് വ്യത്യസ്ത അഭിപ്രായങ്ങളിലേക്ക് പോയി. ഞങ്ങൾക്ക് നീട്ടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ഇവിടെ ഒരു സാമാന്യ യുക്തിയുടെ, ഒരു മര്യാദയുടെ പ്രശ്നമുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഇല്ലാത്ത ഡേറ്റുകൾ, ഉള്ള ഡേറ്റുകളെ തന്നെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം അദ്ദേഹം ഈ രാജ്യത്ത് ഇല്ലാത്ത ഡേറ്റുകൾ ചോദിച്ചുകൊണ്ട് ആ ഡേറ്റിൽ അവൈലബിൾ ആയിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടന തീയതി നിശ്ചയിക്കുകയും അതിന് പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പറയുകയും പ്രധാനമന്ത്രി വരുന്നവരെ കാത്തിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയാണ് പറയുന്നത്. അതിനുശേഷം അത് കേരളത്തിൽ വളരെ വിവാദമാവുകയും ജനങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ എതിരാവുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പറയുകയാണ്, ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടായത്. തെറ്റിദ്ധാരണ ഉണ്ടായത് ആർക്കാ? ജനങ്ങൾക്കൊന്നുമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ ഒരു മന്ത്രിക്ക് തന്നെ. ഇതാണ് ഇവിടെ വിവാദമായത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള വികസന കാര്യത്തിലുള്ള ഈ സങ്കുചിത കാഴ്ചപ്പാട് അവസാനിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള ആ ഒരു നയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിവാദത്തിൻ്റെ പ്രശ്നമേ ഉണ്ടാകുന്നില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, നരേന്ദ്രമോദി ഇവിടെ കേരളത്തിൽ വന്ന് ഉദ്ഘാടനം നടത്തിയാൽ 2-3 ദിവസം ഒരു പക്ഷേ നരേന്ദ്രമോദിക്കും അതിലൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്കും കേരളത്തിൽ ഒരു അപ്പർ ഹാൻഡ് ചിലപ്പോൾ കുറച്ച് നിമിഷത്തേക്കെങ്കിലും ഉണ്ടായേക്കാം എന്നുള്ള ഒരു ആശങ്ക മുന്നിൽ വെച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കുറച്ച് താഴ്ന്ന നിലവാരത്തിൽ ചിന്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വെട്ടിലായിരിക്കുന്നത്. ഇതൊരു അനുഭവമായി, പാഠമായി എടുത്തുകൊണ്ട് തിരിച്ചു വരാം ശ്രീ VV രാജേഷ് താങ്കളിലേക്ക്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കളി, രാഷ്ട്രീയമായ ദുരുദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, CPMൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് BJPക്ക് സംശയിക്കാവുന്ന നിലയുണ്ട്. ഇത് തെറ്റായി വന്നതല്ല. ഈ സർക്കാരിൻ്റെ 1-ാം വാർഷികാഘോഷം പരിപാടികളുടെ ഭാഗമായിട്ട് ഇറക്കിയ വാർത്താക്കുറിപ്പിലും ഇങ്ങനെ പറയുന്നുണ്ട്. വൈകിട്ട് 3 മണിക്ക്, മെയ് 30-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കോട്ടയത്ത് വിദ്യാഭ്യാസ വായ്പാ സഹായ പദ്ധതി വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. അന്ന് വൈകിട്ട് 5-ന് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം ആലുവയിൽ നടക്കും എന്ന് എഴുതി തയ്യാറാക്കിയ രേഖയുമായി വന്നിട്ടാണ്, അത് മാധ്യമങ്ങൾക്ക് നൽകുക കൂടി ചെയ്തിട്ടാണ് കടകംപള്ളി വാർത്താ സമ്മേളനം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ തീയതിക്ക് വേണ്ടി ഞങ്ങൾ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ലെങ്കിലും 30-ാം തീയതി തന്നെ നടത്തുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാനാവുകയില്ലല്ലോ, ആ ദിവസം തന്നെ നടത്തും എന്ന മറുപടി നൽകുകയും ചെയ്തു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടിയിരുന്നത്? ഏതായാലും ആ രാഷ്ട്രീയ വിവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സർക്കാരിൻ്റെ നിലപാടിനെ, മുഖ്യമന്ത്രിയുടെ തിരുത്തലിനെ താങ്കൾ അഭിനന്ദിക്കുകയാണോ ചെയ്യുക? മുഖ്യമന്ത്രിയുടെ തിരുത്ത് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് ചേരുന്ന വിധത്തിൽ അദ്ദേഹം ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു മുഖ്യാതിഥിയെ ക്ഷണിച്ചതിന് ശേഷം ആ മുഖ്യാതിഥി അറിയാതെ ഒരു ഡേറ്റ് മാറ്റുന്നത് ശരിയാണ്. ഒന്നുകിൽ വരുമോ ഇല്ലയോ
ഈ രണ്ടിനെക്കുറിച്ചൊരു തീരുമാനം അവിടെ നിന്ന് പറയണ്ടേ? വരില്ല എന്നുള്ള നിലയാണ് വരുന്നതെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളത് അപ്പോഴാണ് ആലോചിക്കേണ്ടത്. വരാനായിട്ട് ക്ഷണിച്ചു, അതും പ്രധാനമന്ത്രിയെ പോലെ ഒരാളിനെ ക്ഷണിച്ചു. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചത്താലും ചത്തില്ലേലും ശരി 10 മണിക്ക് ഞങ്ങൾ കുഴിച്ചിടും എന്ന് പറയുന്ന നാട്ടുമ്പുറത്ത് പറയുന്നത് പോലെ തന്നെ വന്നാലും വന്നില്ലെങ്കിലും ശരി ഞങ്ങൾ 30-ാം തീയതി ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഈ ക്ഷണനത്തിൻ്റെ ആത്മാർത്ഥത തന്നെ ആളുകൾ ചോദ്യം ചെയ്യും. സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്യരുത്. അത് ഏത് കാര്യം ചെയ്യണമെങ്കിലും തലതിരിഞ്ഞേ ചെയ്യൂ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകളുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇടപെട്ട് അതിൽ നിന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കാര്യമില്ലാത്തൊരു കാര്യം, അതിനകത്ത് അദ്ദേഹം ഈ ഇവിടെ റെയിൽവേയുടെ ചാർജുള്ള സംസ്ഥാനത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനല്ല. റെയിൽവേയുടെ ചാർജുള്ള മന്ത്രിക്കാണ് സത്യത്തിൽ ഇതൊക്കെ പറയാൻ കഴിയുമായിരുന്നത്. ഏതായാലും അപ്പോൾ അദ്ദേഹം അതിർത്തി വിട്ട് പെരുമാറി, അദ്ദേഹത്തിൻ്റെ അധികാരപരിധിക്ക് പുറത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം ഒരു തീരുമാനം പ്രഖ്യാപിച്ച തീരുമാനം അദ്ദേഹത്തിന് പുറകോട്ടെടുക്കാൻ കഴിയാത്തത് കൊണ്ട് മുഖ്യമന്ത്രി ഏതായാലും തിരുത്തി. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ ചേരുന്ന ഉതകുന്ന രൂപത്തിൽ ഒരു തീരുമാനം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ CN മോഹനൻ, ഞാൻ നേരത്തെ ചോദിച്ചത് പ്രധാനമന്ത്രിയെ ഒഴിവാക്കണമെന്ന രാഷ്ട്രീയമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ശ്രീ VV രാജേഷ് നേരത്തെ പറഞ്ഞു. അദ്ദേഹം വന്നാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയമായ ഇളക്കങ്ങൾ BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സ്ഥിതി സംജാതമാക്കും എന്നതുകൊണ്ട് അത് വേണ്ട എന്ന് നിങ്ങൾ നിശ്ചയിച്ചു. മെയ് 30-ന് തന്നെ അദ്ദേഹത്തിന് സമയമുണ്ടാവുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തീയതി നിശ്ചയിച്ചു. പക്ഷേ അത് വിവാദം കുറച്ച് കൂടുതലായി പോകും, തങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് മനസ്സിലായതോടുകൂടി അതിൽ നിന്ന് പിന്മാറുന്ന നിലപാടിലേക്ക് എത്തി. മുഖ്യമന്ത്രി വന്ന് കടകംപള്ളിയെ തിരുത്തി. ഇതല്ലേ ഉണ്ടായത്? ശ്രീ രാജേഷിൻ്റെ ഈ BJPയുടെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നതിന് ശേഷം ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചില ഇളക്കങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രയോഗത്തിൽ വളരെ രസകരമായിട്ടുള്ള പ്രയോഗം തന്നെ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇവിടെ നമുക്ക് വളരെ സാമാന്യ ബുദ്ധി നിരക്കുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഡിയോ ഞാനിപ്പോൾ കേൾക്കുന്നത് News 18-ലാണ് കേൾക്കുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യം പറയാൻ വേണ്ടി വന്നതല്ലെന്നാണ് എനിക്ക് കേട്ടോ മനസ്സിലായ കാര്യം. അതായത് പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാര്യം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞേക്കുന്നത്. അത് തന്നെ ഈ വേറെ എന്താ മാർഗം എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നതാണ് കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ നമ്മൾ മുഖ്യമന്ത്രി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കാത്തിരിക്കുകയാണ്, പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കിട്ടുന്നവർക്ക് ഉദ്ഘാടനം നിശ്ചയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഉണ്ടായ ഒരു കുറേ മണിക്കൂർ നേരത്തേക്കുള്ള സംശയങ്ങളും തർക്കങ്ങളും അവിടെ അവസാനിക്കേണ്ടതാണ് സാധാരണഗതിയിൽ. അതാണ് ഒരു സാധാരണ സംഭവിക്കാൻ പോണ കാര്യം. എന്നാൽ ഈ അത് അവസാനിക്കുന്നില്ല. ഇവിടെ പല കാര്യം പറഞ്ഞു. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഏപ്രിൽ മാസം 11-ാം തീയതി ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ് പ്രധാനമന്ത്രിയോട് ഒരു ഡേറ്റ് ചോദിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ് ഓഫീസിനെക്കാളും ഒരുപക്ഷെ ഹൈലി പ്രൊഫഷണലായിട്ടൊരു ഓഫീസായിരിക്കും. അദ്ദേഹത്തിന് വിദേശയാത്ര ഉണ്ടാവും, അദ്ദേഹത്തിന് വിദേശ രാഷ്ട്രത്തലവന്മാരെ ഇന്ത്യയെ സ്വീകരിക്കാനുണ്ടാവും, അദ്ദേഹത്തിന് പാർലമെൻറ്റ് സമ്മേളനം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റേത് വളരെ തിരക്കിട്ട ജീവിതമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിലില്ല എന്നോ ഉണ്ടെന്നോ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല സാറിന്. അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങളതിനെക്കുറിച്ച് പ്രധാനമന്ത്രി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ കാത്തിരിക്കുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ് കേൾക്കണോ, ഒരു മന്ത്രി പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കണോ? ഇതിലേതാണ് ശരി? ഇത് രാഷ്ട്രീയ മര്യാദ? അതിൽ രാഷ്ട്രീയ മര്യാദ ശ്രീ CN മോഹൻ അവിടെ ചോദ്യം വരുന്നത് ഇതുകൊണ്ടാണ്. അതായത് ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കി തരാം. ശ്രീ കടകംപള്ളി വാർത്താ സമ്മേളനം നടത്തിയത് ഈ സംസ്ഥാന സർക്കാരിന്റെ 1-ാം വാർഷികാഘോഷത്തെ സംബന്ധിച്ച് പറയാനാണ്. മെയ് 20 മുതൽ ജൂൺ 5 വരെയുള്ള പരിപാടികളാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ മെയ് 30-ാം തീയതി ഈ പറയുന്ന വൈകിട്ട് 3 മണിക്ക് കോട്ടയത്ത് വിദ്യാഭ്യാസ വായ്പാ സഹായ പദ്ധതി വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. അന്ന് വൈകിട്ട് 5-ന് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം ആലുവയിൽ നടക്കും എന്ന് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടാണ് വന്നത്. താങ്കൾ കേൾക്കുന്നുണ്ടോ ശ്രീ CN മോഹനൻ? താങ്കൾ കേൾക്കുന്നുണ്ടോ ശ്രീ CN മോഹനൻ? മന്ത്രി എഴുതി തയ്യാറാക്കിയ ഒരു വാർത്താക്കുറിപ്പുമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ പറയാനായിട്ടാണ് വന്നത്. അതിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്നതാണ് ഈ പറയുന്ന 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ആലുവയിൽ ഉദ്ഘാടനം നടക്കും എന്ന്. അതോട് ചേർത്ത് ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ പറയുന്നത്. നേരത്തെ എഴുതി തയ്യാറാക്കി സംസ്ഥാന സർക്കാർ അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയെക്കുറിച്ച് ക്ഷണിക്കുന്ന പേപ്പറിൽ വന്നതാണ്. നിങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിച്ചു, പ്രധാനമന്ത്രി ഇതുവരെ സമയം തന്നിട്ടില്ല, തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ 30-ാം തീയതി നടത്തും എന്ന ധാരണ തന്നെയാണ് ഈ എഴുതി തയ്യാറാക്കിയ പേപ്പറിലുള്ളത്. ശ്രീ മോഹനൻ, അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ഒരു കാര്യത്തിൽ വ്യക്തത കുറവുള്ളത് കൊണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കാര്യം വീണ്ടും ഉദാഹരിച്ചത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ കടകംപള്ളി സുരേന്ദ്രൻ്റെ മുന്നിൽ എഴുതി തയ്യാറാക്കിയ പേപ്പർ മാധ്യമങ്ങൾക്ക് അയച്ചതെന്നതിൽ എഴുതി വെച്ചിരിക്കുന്നതാണിത്. മെയ് 30-ാം തീയതി 5 മണിക്ക്
ആലുവയിൽ ഉദ്ഘാടനം നടക്കും കൊച്ചി മെട്രോയുടേതെന്ന് നമ്മളിപ്പോൾ അറിയുന്നു. ഏപ്രിൽ 11-ാം തീയതി അവർ കത്തെഴുതിയിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടിയിട്ടില്ല. എങ്കിൽ തന്നെയും മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ദിവസമാണ് നടക്കുക എന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഇത് ഏത് നിലക്കാണ് പിന്നെ കാണാനാവുക? ഇത് കേരള സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമല്ലല്ലോ. ഇത് കേരള സർക്കാർ, ഈ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് എത്രയോ കാലം മുമ്പ് ആരംഭിച്ചതാണ്. എന്നാൽ സാമാന്യ മര്യാദയോടുകൂടി ആ കാലഘട്ടത്തിൽ ആരംഭിച്ച ആളുകളുമായിട്ടിരുന്നൊന്ന് ആലോചിക്കാമല്ലോ. നിയമസഭയിലെ കക്ഷി നേതാക്കന്മാരുമായിട്ട് ആലോചിക്കാമല്ലോ. അങ്ങനെ ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇത് കേരളത്തിൻ്റെ ഒരു ആഘോഷമാക്കണം എന്നുള്ള നിലയിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് പോകരുതോ? ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ പോലും കേരളത്തിലെ ജനസമൂഹം അത് അംഗീകരിക്കുമോ? അപ്പോൾ ഇത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമല്ല. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വെക്കാൻ കഴിയുന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ഏത് പദ്ധതിയും വെക്കാം. കാരണം അത് ഈ ഗവൺമെൻറ് വിജയമാണ്. അത് അങ്ങനെയൊന്നല്ല. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ കൊച്ചി മെട്രോയുടെ പണി നടക്കുന്നത് കേരള സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ടാണ് എന്ന് ആരെങ്കിലും പറയുമോ? ഇതിനകത്ത് എന്തെല്ലാം ഏജൻസിയുണ്ട്, ഏതെല്ലാം ഏജൻസികളുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സഹായം വന്നിട്ടില്ലേ? കൊച്ചി മെട്രോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും സഹായമില്ലേ? ഈ കൊച്ചി മെട്രോ തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നത് അന്ന് ഞാനായിരുന്നു. ഇവിടെ നമ്മുടെ ഈ റെയിൽവേ എന്ന് പറയുന്ന സംസ്ഥാനത്തെ റെയിൽവേക്കുള്ള അധികാരമൊക്കെ പരിമിതമാണ്. പക്ഷേ എങ്കിൽ പോലും തുടക്കം വരുന്ന സമയത്ത് അവരുടെ ആലോചനാ യോഗത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വകുപ്പ് പോയതിന് ശേഷം ശ്രീ ആര്യാടൻ മുഹമ്മദ് ദീർഘകാലമായി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയുള്ള നമ്മളുടെ ഒരു പൊതു സ്വത്താണ്. അതിന് ആ രൂപത്തിൽ, അതിൻ്റെ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമാക്കി ഉയർത്തി കാണിക്കണ്ടേ? അതിന് പകരം അതിനെ ഈ രൂപത്തിലേക്ക് താത്തുകൊണ്ടുപോയതിലുള്ള ഒരു ദുഃഖം, എൻ്റെ ഒരു ആത്മരോഷം, അതുകൂടി ഞാൻ ഈ കൂടെ പ്രകടിപ്പിക്കും. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എം വിജയനുണ്ണി, ഈ മെട്രോ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ഉണ്ടാകണം, പ്രധാനമന്ത്രി വന്ന് വേണം ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടുന്ന കാര്യമുണ്ടോ? ഒന്ന്. രണ്ടാമത്തേത്, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു വിവാദം ഉണ്ടാകാൻ പാടില്ലായിരുന്നു, ഈ വിവാദം ഉണ്ടാക്കിയത് ശരിയായില്ല എന്ന നിലപാടല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതിൽ ഒരു രാഷ്ട്രീയം മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പദ്ധതി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു പദ്ധതി, ഇതിപ്പോൾ വാസ്തവത്തിൽ അല്പം താമസിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്ന തുടങ്ങിയ കാലത്ത് 3 കൊല്ലം കൊണ്ട് തീർത്ത് മെട്രോ വണ്ടി ഓടിത്തുടങ്ങും എന്നുള്ള ഒരു ഇതായിരുന്നു അന്നത്തെ UDF ഗവൺമെൻറ് കാലത്ത് പണി തുടങ്ങുന്ന സമയത്ത് പ്രകടിപ്പിക്കപ്പെട്ടിരുന്നത്. പല കാരണങ്ങളാൽ അല്പം സ്വല്പം നീണ്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു കാലതാമസം ഉണ്ടായതെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് വാസ്തവത്തിൽ ഒരു അനാവശ്യമായിട്ടുള്ളൊരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും അധികം ശ്രദ്ധയും ഹാർഡ് വർക്കും ആവശ്യമുള്ള ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധന്മാരും ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് കൊച്ചി നഗരത്തിന് സമ്മാനിക്കാൻ സാധിച്ചു. അവിടുത്തെ ജനങ്ങൾ വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ റോഡുകളെല്ലാം അടച്ച് ക്ലോസ് ചെയ്തുകൊണ്ടും ഡൈവേർട്ട് ചെയ്തുകൊണ്ടും ട്രാഫിക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടും പൊടി ശല്യവും അങ്ങനെ കൊച്ചി നഗരത്തിലെ ജനജീവിതം അത്യധികം പ്രശ്നങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞൊരു 3-4 കൊല്ലമായിരുന്നു ഇത്. ഇത്രയും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിൽ വരുന്ന സമയത്ത് അത് ഇത്തരത്തിലുള്ളൊരു വിവാദത്തിൽ പെട്ടുപോയ നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയെല്ലാം അതിൻ്റെ പ്രായോഗിക വശങ്ങളെല്ലാം തീർന്നുകൊണ്ട്, അതിൻ്റെ സാങ്കേതികത്വമെല്ലാം തീർത്തുകൊണ്ട് വണ്ടി ഓടാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദിവസം പോലും താമസിപ്പിക്കാതെ ഈ പദ്ധതി അങ്ങ് പ്രാവർത്തികമാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എൻ്റെ അനുഭവത്തിൽ വികസിത രാജ്യങ്ങളിലെല്ലാം, പടിഞ്ഞാറൻ രാജ്യങ്ങളിലും അതുപോലെയുള്ള വികസിത രാജ്യങ്ങളിലുമെല്ലാം ഇതുപോലുള്ളൊരു പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം പോലും വെച്ച് താമസിപ്പിക്കാതെ പിറ്റേ ദിവസം തന്നെ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി തുറന്നു കൊടുത്തുകൊണ്ട് സർവീസ് ആരംഭിക്കുക എന്നുള്ളതാണ് അവിടെ എല്ലാമുള്ള പൊതുവായിട്ടുള്ള നയം. ഇതുപോലുള്ള ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ്, അതുപോലെ അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഒരു പ്രശ്നമേ ആകാറില്ല.
മറിച്ച് ഇവിടെ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ, ഈ നാട്ടിലെ സമ്പ്രദായങ്ങളനുസരിച്ച് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും ഈ പദ്ധതി തുടങ്ങുന്നതും ഓടിത്തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇന്നലെ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പദ്ധതി തുടങ്ങുന്ന വിധത്തിൽ ജനങ്ങൾക്ക് അത് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ചടങ്ങ് പിന്നീട് അതിനെ ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾക്ക് സൗകര്യമുള്ള ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് വളരെ സാവകാശമായിട്ടും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടും സന്തോഷമായിട്ടും ഉള്ള ഒരു ചടങ്ങായിട്ട് അത് പിന്നീട് സൗകര്യം അനുസരിച്ച് ചെയ്യുകയും അങ്ങനെ രണ്ട് കാര്യങ്ങളും അന്യോന്യം ബന്ധപ്പെടുത്താതെയും അന്യോന്യം തടസ്സപ്പെടുത്താതെയും മുന്നോട്ട് പോവുകയായിരുന്നു. ഇതുപോലുള്ള വലിയ കാര്യങ്ങളിൽ പദ്ധതികളിൽ സംബന്ധിച്ച് നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല നയം എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ശ്രീ കേൾക്കുന്നുണ്ടല്ലോ ശ്രീ വി രാജേഷ്. അതായത് ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു. ഇത് ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുണ്ട്. വാഹനം ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഗതാഗത സൗകര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഏപ്രിൽ 11-ാം തീയതി പ്രധാനമന്ത്രിയുടെ സമയം ചോദിച്ച് അങ്ങോട്ട് കത്തയച്ചിട്ടുണ്ട്. പക്ഷേ മറുപടി ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിനാണെങ്കിൽ മെയ് 29 മുതൽ ജൂൺ 3 വരെ അദ്ദേഹം വിദേശ പര്യടനത്തിലാണ്. എവിടെയൊക്കെയാണ് പോകുന്നത്? ജർമ്മനി, സ്പെയിൻ, റഷ്യ രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി യാത്ര ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് 1.5 മാസത്തോളം മുമ്പ് നിശ്ചയിച്ചാണ് ഈ പരിപാടി. അത് കഴിഞ്ഞ് ജൂൺ 7-8 തീയതികളിൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഖസാക്കിസ്ഥാനിലേക്ക് പോകും. 29 മുതൽ ജൂൺ 3 വരെ അദ്ദേഹം ഇല്ല. ജൂൺ 7-8 തീയതികളിൽ അദ്ദേഹം പുറത്താണ്. അതിനുശേഷം ഇസ്രായേൽ സന്ദർശനവും കൂടെ നിശ്ചയിച്ചിട്ടുണ്ടത്രേ. പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയ തിരക്കുകളുണ്ട്. അദ്ദേഹത്തിന് കത്തെഴുതിയിട്ടുണ്ട് ഏപ്രിൽ 11-ാം തീയതി. അദ്ദേഹത്തിന് 30-ാം തീയതിയോ ഇനി അങ്ങോട്ടുള്ള 2 മാസത്തേക്കോ അദ്ദേഹത്തിന് സമയമുണ്ടാവുകയില്ല എന്ന് നമുക്ക് തന്നെയും അറിയാം. അപ്പോൾ പ്രധാനമന്ത്രിയെ വിളിച്ചു മാത്രമേ ഈ ഉദ്ഘാടനം നടത്താൻ പാടുള്ളൂ എന്ന വാശി പിടിക്കുന്നത് BJPയുടെ രാഷ്ട്രീയ ലാഖല്ലേ എന്ന ചോദ്യം കൂടെ വരും. എന്താകും മറുപടി? സനീഷേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുകയല്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്താൽ മാത്രമേ ഇത് ഓടുകയുള്ളൂ എന്നുള്ള ധാരണയും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. പ്രധാനമന്ത്രി വരണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പുറത്തു പറയുന്നത്. മാത്രമല്ല, ശ്രീ വിജയനുണ്ണി അവർ പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ നാട്ടിലെ നാട്ടുനടപ്പ്. ഒരു പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ അത് തുറന്നു കൊടുക്കുക എന്നുള്ള നാട്ടുനടപ്പ് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെയല്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെൻറ് നേതൃത്വം നൽകുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു കീഴ്വഴക്കം ആയിരുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകണം. ഇവിടെ സംഭവിച്ചത് ഏപ്രിൽ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ടൂർ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അത് MEA പ്രസിദ്ധീകരിക്കേണ്ടടുത്ത് പ്രസിദ്ധീകരിച്ചു. മറ്റുള്ള സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ വെബ്സൈറ്റിലിട്ടിട്ടില്ല. പക്ഷേ അറിയേണ്ട രീതി അറിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചാണെങ്കിൽ സനീഷ് ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം റഷ്യ, ജർമ്മനിയൊക്കെ പര്യടനം കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3-ാം തീയതി എത്തിക്കഴിഞ്ഞാൽ 4, 5, 6 ജൂൺ 4, 5, 6 തീയതികൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. 7-ാം തീയതിയാണ് ഖസാക്കിസ്ഥാനിലേക്ക് അദ്ദേഹം പോകുന്നത്. അതിന് ഒരു ദിവസം 4, 5, 6 തീയതികളിൽ ഒരു ദിവസം ക്യാബിനറ്റിന് വേണ്ടി മാറ്റിവെക്കണം. മറ്റ് ഏത് ദിവസമായാലും അദ്ദേഹം അവൈലബിൾ ആണ് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അത് ടെലിഫോൺ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട്. ഡേറ്റുകളിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് വയ്ക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ വസ്തുത ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. സനീഷ, ഇവിടെ ഞാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുള്ള പോയിന്റ് രണ്ടാമതായിട്ട് നിർത്തും. ഞാൻ മനസ്സിലാക്കുന്നത് ടിക്കറ്റ് കൊടുത്ത് മാത്രം ജനങ്ങളുടെ യാത്രക്കാരെ കയറ്റി ഇറക്കിയതുകൊണ്ട് മാത്രം കൊച്ചി മെട്രോ, ഡൽഹി മെട്രോ എന്നും പോലെ വയബിൾ ആവുകയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വി രാജേഷ്, ശ്രീ CN മോഹനൻ, ഈ പറയുന്ന ജൂൺ 3 വരെ അദ്ദേഹം വിദേശ പര്യടനത്തിലാണ്. 7-ാം തീയതി വീണ്ടും പോകും. അതിനുശേഷമുള്ള 4, 5, 6 തീയതികളിൽ ഒരു ദിവസം നിങ്ങൾക്ക് നൽകാം എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഫോൺ മുഖാന്തരം അറിയിച്ചിട്ട് പോലും അക്കാര്യം നാട്ടുകാരോട് പറയാതെ രാഷ്ട്രീയ കളി കളിക്കുകയാണ് നിങ്ങൾ എന്നാണല്ലോ ഇത് കേട്ടാൽ തോന്നുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് പ്രധാനമന്ത്രി ഓഫീസിന്റെ വിവരങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏപ്രിൽ മാസം 11-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഡേറ്റ് ചോദിച്ചിട്ട് കത്തയച്ചു. ഒരു മാസം കഴിഞ്ഞു. ആ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിനല്ലേ അറിയിക്കേണ്ടത്? ഈ ദിവസം ഞങ്ങളില്ല, അല്ലെങ്കിൽ ഞാനുണ്ട്, ഇന്ന ദിവസം ഉണ്ടെന്നുള്ളൊരു പ്രധാനമന്ത്രി സംസ്ഥാന ഗവൺമെന്റ് ഓഫീസിൽ ഗവൺമെന്റ് സെക്രട്ടറിയല്ലേ അറിയിക്കേണ്ടത്?
BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ BJP വക്താക്കളിലോ പറയേണ്ടത്. ശ്രീ ബി വി രാജേഷ് BJP ഓഫീസിലേക്കാണോ അറിയിച്ചിരിക്കുന്നത്? സർക്കാരിന് അങ്ങനെ അറിവ് കിട്ടിയിട്ടില്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഇത് നമ്മള് ശ്രീ CN മോഹനൻ, ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ കള്ളം പറയുകയാണ്. അദ്ദേഹം പറയുന്നു സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന്, BV രാജേഷ് പറയുന്നു സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി താങ്കളടക്കമുള്ള പറയുന്നു. ആരാണ് കള്ളം പറയുന്നത്? നിങ്ങളല്ലേ ഇടയ്ക്ക് ചർച്ചയ്ക്ക് തുടങ്ങിയത്? അല്ല, ചർച്ചയ്ക്കിടയ്ക്ക് നിങ്ങളല്ലേ പറഞ്ഞത്? വാസ്തവത്തിൽ ഇടയ്ക്ക് ഏറ്റവും ശേഷം BJP വക്താവിനെ കണ്ട് പ്രധാനമന്ത്രി ഡേറ്റ് വയ്ക്കാണ് നിങ്ങൾ ന്യൂസ് 18 ഞാനാണോ? നിങ്ങളല്ലേ ചർച്ചയെ പങ്കെടുത്ത് പറയേണ്ടത്? നിങ്ങൾ രാഷ്ട്രീയ മര്യാദ കാണിക്കണ്ടേ ചർച്ചയ്ക്കിടയ്ക്ക്? എനിക്ക് മനസ്സിലായില്ല എന്താണ് താങ്കൾ പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ആ വസ്തുത മറച്ചു വെച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി തിരുത്തിയത്. താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ശ്രീ മോഹനൻ. അതായത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് BV രാജേഷ് പറയുന്നത്, സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആര് പറയുന്നതാണ് ശരി? രണ്ടും കൂടെ ശരിയാവാൻ സാധ്യതയില്ലോ ശ്രീ CN മോഹനൻ? പ്രശ്നം നിങ്ങൾ ഒരു നിമിഷം ബഹളം ഉണ്ടാക്കല ശ്രീ CN മോഹനൻ, താങ്കൾ മാത്രം പറയൂ, എനിക്ക് കേൾക്കണം. എന്താണ് ഗവൺമെന്റ് സെക്രട്ടറി അറിയാൻ പാടില്ല ആ കാര്യം രാജേഷ് അല്ലേ പറയണത്? നിങ്ങൾ എന്താ പറയണത്? BJP-യുടെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഡേറ്റ് മുഖ്യമന്ത്രി പോലും അറിയാണ്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് ക്ഷണിച്ചിരിക്കുന്ന കാര്യം അറിയാതെ രാജേഷിന്റെ പാർട്ടി ഓഫീസ് എന്ന് വെച്ചാൽ ആര് പറയും? ഞാൻ സമാധാനം പറയാൻ പറ്റുമോ? ഞാനാണോ തർക്കം ഉണ്ടാക്കുന്നത്? ശ്രീ BV രാജേഷ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അദ്ദേഹം പറയുന്നത്. നോക്കൂ, മുഖ്യമന്ത്രിയാണ് ഇന്ന് വന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് കത്തെഴുതിയിട്ടുണ്ട്, തീയതി തീരുമാനിച്ചിട്ടില്ല എന്ന്. മുഖ്യമന്ത്രിക്ക് ഓഫീസ് അല്ലെങ്കിൽ സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. താങ്കൾ ഈ പറയുന്നത് എങ്ങനെ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എവിടെ നിന്ന് കിട്ടി ഈ വിവരം സംസ്ഥാന സർക്കാരിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന്? സനീഷ്, ഏപ്രിൽ 11-ാം തീയതി സംസ്ഥാന സർക്കാർ PMOയിലേക്ക് കത്തയക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കത്തയച്ചിട്ടുള്ളത്. അതിന് മറുപടി തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരമായി ഫോൺ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4, 5, 6 തീയതികൾ പ്രധാനമന്ത്രി വരാൻ തയ്യാറാണ് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചിരിക്കുന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് കോട്ടയത്ത് പ്രസ്താവന നടത്തിയത്. അതിലെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി തിരുത്തിയിട്ട് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ നിരന്തരം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് കടകംപള്ളിയെ തിരുത്തേണ്ടി വന്നത് കടകംപള്ളി ആ വസ്തുത മറച്ചു വെച്ച് സംസാരിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ആരാണ് വസ്തുത തെറ്റായിട്ട് പറയുന്നതെന്ന് സനീഷിനും പ്രേക്ഷകർക്കും ബോധ്യമായി കാണുമല്ലോ. BJP ഓഫീസിലല്ല അറിയിച്ചത്, ശ്രീ CN മോഹനൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് അറിയിച്ചത്. സ്വാഭാവികമായിട്ടും വിവാദമായ സാഹചര്യമല്ല. രാജേഷ് പറഞ്ഞുകൊണ്ടൊന്നും മുഖ്യമന്ത്രി പറഞ്ഞു തീരുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ വിവരം എന്നെ കേൾപ്പിച്ചത് ഇപ്പൊ News 18 അതിന്റെ ഓഡിയോ എന്നെ കേൾപ്പിച്ചു. ആ കേൾപ്പിച്ചതിൽ ഈ രാജേഷ് സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രി രാജേഷ് ഇരുത്താൻ പോവല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ BJP-യുടെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാന ഗവൺമെൻറ് ഔപചാരികമായ കത്തിന് മറുപടി BJP-യുടെ ഓഫീസിൽ അറിയിച്ചതിന് ശേഷം രാജേഷ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രീ മോഹനൻ, BJP-യുടെ ഓഫീസിൽ അറിയിച്ചുവെന്നല്ല, BJP-യുടെ ഓഫീസിൽ അറിയിച്ചെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ വസ്തുത എത്രത്തോളമാണെന്ന് നമുക്കറിയുകയില്ല. VV രാജേഷ് മാത്രമാണ് അക്കാര്യത്തിൽ ഉത്തരവാദിത്തം. പക്ഷെ അദ്ദേഹം പറയുന്നത് BJP-യുടെ ഓഫീസിൽ അറിയിച്ചുവെന്നല്ല, സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെന്നാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും ആധികാരികമായിട്ടുള്ള ഊന്നൽ താങ്കളുടെ കൈവശമുണ്ടോ? ആധികാരികമായിട്ടുള്ള അറിവുണ്ടോ താങ്കൾക്ക് എന്ന് പറയുന്നത് രാജേഷ് അല്ലെന്ന് നിങ്ങൾ അല്ല, ഞാൻ ചോദിക്കുന്നത് സാമാന്യ മര്യാദയ്ക്ക് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞത് രാജേഷ് അല്ലേ? ആണ്. എന്താണ് രാജേഷ് എങ്ങനെ കിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്? അതെങ്ങനെയാണ് ശ്രീ VV രാജേഷ് CN മോഹൻ ലഭിക്കാത്ത വിവരം ഏത് ഉദ്യോഗസ്ഥനാണ് താങ്കളോട് പറഞ്ഞത്? സനീഷ്, CN മോഹൻ അന്വേഷിച്ചിട്ടില്ല. CN മോഹൻ പറയുന്നത് അദ്ദേഹം News 18 ചാനലിൽ ഇപ്പോൾ വന്നപ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രന്റെയും മുഖ്യമന്ത്രിയുടെയും വോയിസ് അദ്ദേഹം കേട്ടതെന്ന് അദ്ദേഹം ഇപ്പോൾ സമ്മതിക്കുക. പക്ഷേ എനിക്ക് ആ വിവരം ലഭിച്ചത് ഇന്ന് രാവിലെ ഇത് വിവാദമായത് മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാവുന്ന എല്ലാ സോഴ്സിനും പുറകെ ഞാൻ പോയി. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് മുഖ്യമന്ത്രിയുടെ അവസാനത്തെ വാക്കെടുത്ത് നോക്കും. മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ടെലിഫോൺ മുഖാന്തരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും PMOയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിവരം അറിയാതെയോ അത് മറച്ചു വെച്ചുകൊണ്ടോയാണ് കടകംപള്ളി സുരേന്ദ്രൻ എഴുതി തയ്യാറാക്കി വന്ന പ്രസ്താവനയുമായിട്ട് വന്ന് അത് പറഞ്ഞത്. മാധ്യമപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞാൽ
പലപ്പോഴും മാറിപ്പോകുന്ന മുഖ്യമന്ത്രി ഇന്ന് വളരെ ഗൗരവത്തോടെ മണിക്കൂറുകൾക്കകം കടകംപള്ളി സുരേന്ദ്രനെ തിരുത്താൻ ശ്രമിച്ചത് ഈ തരത്തിലുള്ള ടോക്കുകൾ എന്താണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? ഈ സർക്കാരിനകത്ത് പല കാര്യങ്ങളിൽ വീഴ്ച, ആശയക്കുഴപ്പങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പരസ്പരം അറിയാത്ത അവസ്ഥ എന്നതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത്തരം സംഭവ വികാസങ്ങളുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് നമ്മളിതിനെ കാണണമോ? വി രാജേഷിൻ്റെ ഈ വാദങ്ങളെ വിശ്വസിക്കാൻ താങ്കളുണ്ടോ? സനീഷ്, അവർ തമ്മിലുള്ള തർക്കത്തിനകത്ത് ഞാനൊരു മധ്യസ്ഥനാകാൻ ശ്രമിക്കുന്നതേയില്ല. അത് അവരുടേതായ സോഴ്സസിൽ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അവർ ഇവിടെ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനതിനകത്ത് പ്രവേശിക്കുന്നത്, ഞാനിതിൻ്റെ കേസിൻ്റെ മെറിറ്റാണ് എൻ്റെ പ്രശ്നം. ആ കേസിൻ്റെ മെറിറ്റിനകത്ത് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് നേരത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് സാധാരണ ഒരു ബ്ലൂ ബുക്കും പ്രോട്ടോക്കോളും അനുസരിച്ച് പോകേണ്ട കാര്യങ്ങൾ എന്ന് നേരത്തെ ഞാൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇവർ തമ്മിലുള്ളൊരു തർക്കത്തിനകത്ത് ഞാൻ മധ്യസ്ഥനാകാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ ശ്രീ വിജയനുണ്ണി നേരത്തെ പറഞ്ഞതാണ്, അതിനോടാണ് നാട്ടുകാർക്ക് ചേർന്ന് നിൽക്കാൻ തോന്നുക. ഈ കാര്യം മെട്രോ, കൊച്ചി മെട്രോ സ്വപ്ന പദ്ധതിയാണ്. അത് യാത്ര ചെയ്യാൻ മാത്രമായിട്ട് പാകത്തിന് തയ്യാറായിട്ട് അവിടെ ഉണ്ട്. പ്രധാനമന്ത്രിക്കാണെങ്കിൽ നിരവധിയായിട്ടുള്ള പരിപാടികളുടെ അദ്ദേഹത്തിന് വിദേശത്തടക്കം അദ്ദേഹത്തിന് പോയി വരേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ സമയത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. എന്ന് മാത്രമല്ല, ഈ സർക്കാർ, ഈ പ്രധാനമന്ത്രി VIP സംസ്കാരം ഒഴിവാക്കണം എന്ന് നാട്ടുകാരോട് മുഴുവൻ പ്രസംഗിച്ചിരിക്കുന്നയാളാണ്. ആ സർക്കാരിൻ്റെ നിലപാട്, ആ പ്രധാനമന്ത്രിയുടെ നിലപാട് VIP സംസ്കാരം വേണ്ട എന്നാണ്. ഇത്രയും കാലം തുടർന്നു വന്ന കാര്യങ്ങളിലെ VIPകളായിട്ട് മാറ്റി നിർത്തുക. ചില ആളുകൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്, അവർ വന്നാൽ മാത്രമേ ശുഭകാര്യങ്ങൾക്ക് തുടക്കമാകാവൂ എന്ന നിലപാട് വേണ്ടതില്ല എന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി എന്തിന് കാത്തു നിൽക്കണം മുഖ്യമന്ത്രിയും സർക്കാരും ഇതുപോലൊരു ശുഭകാര്യത്തിന് വേണ്ടി? ഇനിയിപ്പോൾ എന്തിനവരെ കാത്തു നിർത്തണം പ്രധാനമന്ത്രി? നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നടത്തിക്കൊള്ളൂ കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന നിലപാടല്ലേ പ്രധാനമന്ത്രി സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഈ വൈകൽ ശ്രീ വിജയനുണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ശരിയല്ലാത്തൊരു നിലപാടാണ്. അദ്ദേഹം സൗമ്യമായിട്ട് അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. നാട്ടുകാർക്ക് എന്തിനാണ് ഈ പ്രധാനമന്ത്രി വരുന്നത്, ഇതങ്ങ് ഉദ്ഘാടനം ചെയ്തു പോയാൽ പോരെ എന്ന നിലപാടല്ലേ നാട്ടുകാർക്ക് ഉണ്ടാവുക? ശ്രീ വിജയനുണ്ണി സംസാരിച്ചത് ഞാൻ അതിനോട് യോജിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ചെയ്തത് അതിൻ്റെ ട്രയലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓടിത്തുടങ്ങി കൂടെ എന്ന് ചോദിച്ചാൽ ഓടിത്തുടങ്ങി, പിന്നെ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് ആളുകൾ കയറിപ്പോകുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഔപചാരികമായി ഒരു തുടക്കം വേണം എന്ന് ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ ആഗ്രഹിച്ചാൽ അതിനെ ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം കേരളത്തിൽ അങ്ങനെയാണ് എല്ലാം തുടങ്ങുന്നത്. കേരളത്തിലെല്ലാം നല്ല നിർമ്മാണ പ്രവർത്തനം, പ്രത്യേകിച്ച് ഗവൺമെൻറ് പണം മുടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഭംഗിയായി കൊണ്ടുപോകണം. അതിനൊരു ശുഭ ആരംഭം വേണം. എന്തൊരു തീരുമാനമുണ്ടായാൽ ആ തീരുമാനത്തെ എതിർക്കാൻ കഴിയില്ല. അതാദ്യമല്ല, എത്രയോ കാലമായി കേരളത്തിൽ നടക്കുന്നു, ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തും നടക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ഗവൺമെൻറ് തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാളെ മാറിയ ഒരു സാഹചര്യം വേണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേറെ മാറി ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രീ വിജയനുണ്ണി ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം കറക്റ്റാണ്. അവിടെ ഓടിത്തുടങ്ങി. അതിനാണ് ട്രയൽ റൺ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രയൽ റണ്ണെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുത്ത ആളുകളെ കയറ്റണം. അതിനു മുമ്പ് ഒരു ശുഭ ആരംഭം വേണം എന്ന് ഒരു ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഗവൺമെൻറ്റിനെ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല. അത് ചെയ്യാൻ അവർക്ക് പറ്റും. ശ്രീ വിജയനുണ്ണി, ഇതിപ്പോൾ ഒരു ശുഭാരംഭം വേണം, പ്രധാനമന്ത്രിയെപ്പോലുള്ള പ്രധാനപ്പെട്ട ആളുകൾ വരണം, എല്ലാവരും ചേർന്നിരുന്ന് ഇതിന് വളരെ മനോഹരമായിട്ടൊരു ഉദ്ഘാടന ചടങ്ങ് വേണം എന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമല്ല, മറിച്ച് ഇത്തരത്തിൽ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് കൂടെ ഉപകരിക്കണം എന്ന തോന്നൽ സ്വാഭാവികമല്ലേ രാഷ്ട്രീയ പാർട്ടികൾക്ക്? അതിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന CPM ആണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഇതുകൊണ്ട് ഞങ്ങൾക്കെന്ത് പോസിറ്റീവായിട്ടുണ്ടാകുമെന്ന് ആലോചിക്കുന്നതിന് എന്ത് തെറ്റാണ് ഉണ്ടാവുക? UDF ഞങ്ങളാണല്ലോ ഇത് തുടക്കം വിട്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടെ പങ്കാളിത്തമുള്ള പദ്ധതിയാണല്ലോ ഇത്, ഞങ്ങൾക്ക് ഇതിൽ നിന്നും രാഷ്ട്രീയ ലാഭം എടുക്കാനാകണമെന്ന് അവരും ആലോചിക്കും. പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും കേരളം പോലൊരു സ്ഥലമാണ്, BJPക്ക് അതിൻ്റെ രാഷ്ട്രീയം ഊന്നാൻ കിട്ടുന്നൊരു അവസരമാണ് അദ്ദേഹത്തെ പോലൊരാളെ കൊണ്ടുവരുന്നത്. ഈ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികളിൽ നിന്നെല്ലാം മുക്തമായിട്ട് ഇത്തരം വികസന പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ വരും എന്ന് വിചാരിക്കുന്നത്, അതിപ്പോൾ VIP സംസ്കാരത്തിനെതിരെ ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചാലും വരുമെന്ന് വിചാരിക്കുന്നത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും നമ്മുടെ നാട്ടിൽ? ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. അതായത് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുള്ള ചില കേസുകളിൽ അതിൽ ബന്ധപ്പെട്ട ഉന്നതാധികാരികൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കൊള്ളാനും ഔപചാരികമായിട്ടുള്ളൊരു ചടങ്ങ് പിന്നീട് സൗകര്യപ്രദമായിട്ട് നടത്താമെന്നും തീരുമാനിച്ചുകൊണ്ടുള്ള ഏതാനും ഉദാഹരണങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്.
അത് ആ തരത്തിലുള്ളൊരു മാതൃക സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ഫോളോ ചെയ്യാൻ പിന്നീട് തയ്യാറില്ലാതെ വരുന്ന സമയത്താണ് ഈ തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ രാഷ്ട്രീയം മുഴച്ചു നിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതൊക്കെ ഇരിക്കട്ടെ. അത് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു പൊതു ചടങ്ങായിട്ട് ഉദ്ഘാടനം നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് നടന്നുകൊള്ളട്ടെ. പക്ഷേ ഈ മെട്രോ പ്രവർത്തിച്ച് തുടങ്ങുന്നതിന്, ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ അത് എന്തിനു വേണ്ടി ഇത്രയും ദിവസം കാത്തു നിൽക്കണം, എന്തിനു വേണ്ടി അത് നീട്ടി കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഈ അവസരത്തിൽ യാതൊരു തടസ്സവുമില്ല. ഇന്നിപ്പോൾ ഇതേവരെ നിലവിലുള്ള സംസ്കാരം അനുസരിച്ച് തന്നെ ഈ ഓടിത്തുടങ്ങുന്നത് ഓടുകയും പിന്നീട് ഔപചാരികമായിട്ടുള്ള ചടങ്ങ് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന തരത്തിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നടത്താവുന്നതുമാണ്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ തന്നെ ചില റോഡുകളും മറ്റൊക്കെ പണി പൂർത്തിയായതിനു ശേഷം ആഴ്ചകളും മാസങ്ങളും പ്രധാനപ്പെട്ട വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ജനങ്ങൾ തന്നെ അക്ഷമരായിട്ട് അവർ റോഡ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉപയോഗിക്കാൻ പാകമായിട്ടുള്ള റോഡ്, ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഉദ്ഘാടനം നടത്തിയില്ല, അതിന് ബന്ധപ്പെട്ട VIP വരാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് തടസ്സപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മതി നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നത് എന്ന് പോലും പറയാനുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു ജനങ്ങളോട് ഒരു ഇത് കൂറ് കാണിക്കാത്ത സമീപനം വളരെ അപൂർവമായിട്ടാണെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ജനങ്ങളുടെ രോഷം ഉയർന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ ഏറ്റവും നല്ല ഒരു വഴി ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടുള്ള ഒരു പൊതു സർവീസ് അതിനെ ഒരു മണിക്കൂർ പോലും താമസിപ്പിക്കാതെ ഉടനെ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും അതിന് ഔപചാരികമായിട്ടുള്ള ചടങ്ങാവാമല്ലോ, അതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. അത് അല്പസം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നടത്താമല്ലോ. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് കൊണ്ടുവന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായും അത്രക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ലോ, രാഷ്ട്രീയമാണ് സംഗതി. രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം വേണ്ടതില്ല എന്ന് വെക്കാൻ CPM-നോ BJP-ക്കോ ആർക്കും പറ്റുകയില്ല. ആ രാഷ്ട്രീയ തർക്കത്തിലേക്കാണ് വരാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വരാം. ശ്രീ CN മോഹനൻ, നമുക്ക് മനസ്സിലാക്കാനാവുന്നൊരു കാര്യം, ഇതുവരെ നടന്ന സംഭവ വികാസങ്ങളെന്ന് മനസ്സിലാക്കാനാവുന്നൊരു കാര്യം, പ്രധാനമന്ത്രിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സംസ്ഥാന സർക്കാർ ആകെ തന്നെയും. ആ ശ്രമങ്ങൾ ഏപ്രിൽ 11-ന് അങ്ങോട്ട് അയച്ചിരിക്കുന്ന കത്ത് തൊട്ട് തുടങ്ങുന്നുണ്ട്. പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. ശ്രീ VV രാജേഷ് പറയുന്ന കാര്യത്തിന് വസ്തുത അദ്ദേഹത്തിന് മാത്രമേ അറിയൂ, അക്കാര്യത്തെ ഞങ്ങൾ എടുക്കുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുകയാണ്. അത് മുഖ്യമന്ത്രി തന്നെ ഇന്ന് അല്പം മുമ്പ് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ അക്കാര്യം അറിയാതെ മന്ത്രിസഭ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ വാർത്താ സമ്മേളനം നടത്താൻ തയ്യാറാക്കിയ പേപ്പറിൽ ഈ മെയ് 30-ാം തീയതി അന്നത്തെ പരിപാടികളുടെ കൂട്ടത്തിൽ ആലുവയിൽ ഈ മെട്രോ ഉദ്ഘാടനം കൂടെ അങ്ങ് ചേർക്കുന്നു. അക്കാര്യം കടകംപള്ളി വന്ന് പറയുന്നു. ഇക്കാര്യത്തിലൊരു പ്രശ്നമുള്ളത്, ഒരു സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ വീഴ്ചകൾ ഒഴിവാക്കി ഏക മനസ്സായിട്ട് എല്ലാവരും അറിയേണ്ടവരെല്ലാം അറിഞ്ഞ് കൃത്യതയോടുകൂടി കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ പോലും നടത്തുന്നതിൽ വലിയ വീഴ്ചയാണ് ഈ സർക്കാരിനുള്ളത് എന്നത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണിത്. അക്കാര്യമെങ്കിലും സമ്മതിക്കേണ്ടതാണ്, അക്കാര്യത്തിലെ വീഴ്ചകൾ ഏറ്റുപറയേണ്ടതാണ്. ഇതിലൊരു വീഴ്ചയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ഇത് ഒരു വിവാദത്തിൽ നിന്ന് വേറൊരു വാദം, പിന്നെ വേറൊരു വാദം പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞ അവസാനിച്ച കാര്യം ഞാൻ പറയാം. പ്രധാനമന്ത്രിക്ക് ഏപ്രിൽ മാസം 11-ാം തീയതി കത്ത് കൊടുത്തു. ആ കത്തടിച്ച ശേഷം പ്രധാനമന്ത്രിയുടെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പല കാര്യങ്ങൾ, വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചുകൊണ്ട് ഡേറ്റ് ഇന്ന ദിവസം ഇല്ലാതെ പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള വിവാദം എന്ന് പറഞ്ഞാൽ ശ്രീ രാജേഷ് പറഞ്ഞൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിവരം അറിയിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അറിയിച്ചു എന്നുള്ള വിവരം മുഖ്യമന്ത്രിക്ക് പോലും അറിയാതിരിക്കെ ശ്രീ രാജേഷിന് ആ വിവരം കിട്ടുമ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യം ചോദിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു പത്രക്കുറിപ്പ് ഇറക്കാലോ. കേരളത്തിൽ ഇങ്ങനെ വിവാഹം നടക്കുന്നുണ്ട്, ഞാനിങ്ങനെ 3-4 ദിവസങ്ങളിൽ ഞാൻ കേരളത്തിൽ പോകാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു പത്രക്കുറിപ്പ് ഇറക്കാൻ പാടില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാത്തത്? അതൊക്കെ നമ്മൾ ഗൗരവമില്ലാത്ത വാദം ഉന്നയിക്കുന്ന പോലെ ആകില്ലേ ശ്രീ CN മോഹനൻ? പ്രധാനമന്ത്രി അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഞാനിങ്ങനെ 3-4 തീയതികളിൽ കേരളത്തിലേക്ക് പോകുന്നുണ്ട് എന്നൊരു വാർത്താക്കുറിപ്പ് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇറക്കുക എന്നൊക്കെ പറയുന്നത് ഗൗരവമില്ലാത്ത വാദമായി പോവുകയില്ലേ?
അത് നിങ്ങൾക്കല്ലേ വാദം? എൻ്റെ വാദം ഞാൻ പറയല്ലേ, നിങ്ങൾക്ക് വിവരമില്ലാത്ത വാദമായിരിക്കാം. PMOയുടെ മുമ്പിലല്ലേ അപേക്ഷ കൊടുത്തിരിക്കുന്നത്, PMOയ്ക്ക് അയക്കാമല്ലോ. ഇവിടെ പിന്നെ എങ്ങനെയാണ് രാജേഷ് പറഞ്ഞത്? എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി രാജേഷ് സംസാരിക്കേണ്ട എന്ത് അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്? അത് ആ കാര്യം ചോദിക്കണ്ടേ? ഞാൻ ഒരു കാര്യം വളരെ ലളിതമായി ഒരു സാമാന്യ ഒരു പൗരൻ ചോദിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ അകത്ത് രാവിലെ 10 മണിക്ക് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായുള്ള വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 ദിവസങ്ങളുണ്ടെന്ന് ശ്രീ രാജേഷ് പറയുന്നു. ഞാൻ അതുകൊണ്ട് ഒരു സാധാരണ പൗരൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി വിവാദങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ 1-2 ദിവസം ഞങ്ങൾ വരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നേരിട്ട് പറയണ്ടല്ലോ. ഇത് വ്യക്തിപരമായ കാര്യമല്ലല്ലോ, പ്രധാനമന്ത്രി ആയതുകൊണ്ടല്ലേ. അതാണ് ഒരു കാര്യം ചോദിക്കേണ്ടത്. രണ്ടാമത്, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇവിടെ ഓരോ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു. അതായത് കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഉദ്ഘാടന പരിപാടി നടത്താൻ പറ്റില്ല എന്ന്. ഞാൻ ഇതുപോലെ തന്നെ വളരെ ലളിതമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഈ UDF ഗവൺമെൻറ് അവസാന ഘട്ടത്തിൽ ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ ജനുവരി മാസത്തിലോ ഒരു ഉദ്ഘാടനം ഈ മെട്രോയുടെ നടന്നു കളമശ്ശേരിയിൽ. അത് നിങ്ങൾക്കറിയോ? അന്ന് എല്ലാ TV സംപ്രേഷണം ചെയ്തു, എല്ലാ പത്രങ്ങളും വന്നു, പത്രങ്ങളെല്ലാം പടം വന്നു. അന്ന് പ്രധാനമന്ത്രി വന്നോ? ഉമ്മൻചാണ്ടിയാണല്ലോ ഫ്ലാഗ് ഓഫ് ചെയ്തത്. അങ്ങനെ സംഭവം അറിഞ്ഞിരുന്നോ? അന്നെന്തി വരാത്തത്? അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യവുമായി കണക്ട് ചെയ്യാതെ ഒന്നിനൊന്ന് മറ്റു ആവശ്യം വിവാദം സൃഷ്ടിക്കുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ വിജയനുണ്ണി സാറ് ചീഫ് സെക്രട്ടറി എന്നാണ് അദ്ദേഹം പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടത്. അത് അവസാനിപ്പിക്കാതെ നമ്മൾ ചർച്ച നടത്താനും വിവാദം ഉണ്ടാക്കാനും പിന്നെ വേറൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാനൊരു കാര്യം ആണ്, ഇതാണല്ലോ CN മോഹനൻ, ചർച്ചയും വിവാദവും വാദവും ഒക്കെ നടക്കുന്ന ഒരു നാടാണല്ലോ. അവിടെ കുറെ കൂടെ ഗൗരവത്തോടെ കാര്യങ്ങൾ കാണണം എന്നെങ്കിലും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നോക്കൂ, ഇത് എഴുതി തയ്യാറാക്കിയ വാർത്താക്കുറിപ്പിലെ വർത്തമാനമാണ് ഈ പറയുന്ന മെയ് 30-ാം തീയതി ഉദ്ഘാടനം ചെയ്യുമെന്ന്. അക്കാര്യം മുഖ്യമന്ത്രിക്ക് വന്ന്, സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് അങ്ങനെ സംസാരിക്കാനില്ലാത്ത മുഖ്യമന്ത്രിക്ക് വന്ന് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതിപ്പോൾ രാഷ്ട്രീയ വിവാദമായിട്ട് BJP ഉണ്ടാക്കുകയാണെങ്കിൽ അതിനിട കൊടുത്തത് നിങ്ങളാണ് എന്ന് സമ്മതിക്കാത്തത് എന്താണ്? അല്ല, ഇടകൊടുത്ത് സനീഷേ, ഞാൻ പറഞ്ഞ ഇടകൊടുത്തത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ ഇടകൊടുത്തത് തീർന്നില്ലെന്നാണ് എൻ്റെ ചോദ്യം. എന്റെ ചോദ്യം അതിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ ചോദ്യം ശ്രീ മോഹനൻ, അവിടെ തീർക്കാം. എൻ്റെ ചോദ്യം അതിന് മുമ്പുണ്ടായിരുന്ന സംഭവം, അതായത് ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പിൽ എഴുതുന്നു, അക്കാര്യം ഒരു മന്ത്രി വന്ന് പറയുന്നു, മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടി വരുന്നു. നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഇല്ലാത്ത ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ വരുന്നുണ്ടെങ്കിൽ കുറെ കൂടെ സർക്കാരിൻ്റെ കാര്യങ്ങൾ ഗൗരവത്തോടെ നടപ്പാക്കണം എന്ന പാഠമെങ്കിലും പഠിച്ചോ നിങ്ങളെന്നാണ്, പഠിക്കുമോ എന്നാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടി ദുർഗുണ പരിഹാര പാഠശാലയിലല്ല ഗവൺമെൻറ് നിൽക്കുന്നത്. അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഗവൺമെൻറ് കേരളത്തിൽ ഇലക്ട് ചെയ്ത ഗവൺമെൻറ്റാണ്. നിങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചട്ടം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും വാസ്തവത്തിലില്ലല്ലോ. ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ കൂടി വന്ന ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയും ഗവൺമെൻറ് നയപരമായ കാര്യങ്ങൾ തർക്കം ഉന്നയിച്ചിട്ടില്ല, അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ഓരോ മന്ത്രിമാർ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഞാനെന്താ പറഞ്ഞേ, എന്നെ ന്യൂസ് 18 കേൾപ്പിച്ച് തന്ന ഓഡിയോയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യം പറയാൻ വന്നതല്ല, വാചകം സംസാര മധ്യയാണ്. ആ കുറിപ്പിൻ്റെ പ്രശ്നം സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? സാധാരണ ഇതിൽ കടകംപള്ളി സുരേന്ദ്രനോട് ന്യൂസ് 18 ഒന്ന് കണക്ട് ചെയ്താൽ പ്രശ്നം തീരും അവിടെ വെച്ചിട്ട്. ഇത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ പ്രധാനമന്ത്രി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതല്ലേ മിസ്റ്റർ സനീഷ് ഞാൻ പറഞ്ഞത്? അതാണ് വ്യക്തമാണ്. ഞാൻ നേരത്തെ താങ്കളെ വിവരമില്ലാത്ത വാദം എന്നല്ല പറഞ്ഞത്, താങ്കൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായി കണ്ടു. ഗൗരവമില്ലാത്ത വാദം എന്നാണ്. അക്കാര്യത്തെക്കുറിച്ച് ഒരു സംശയം ഉണ്ടാകേണ്ടതില്ല. ശ്രീ VV രാജേഷ്, ഇനി ഇവിടെ നിങ്ങളുടെ രാഷ്ട്രീയം, അതായത് ഏപ്രിൽ 11-ന് ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഏപ്രിൽ 11-ന് കത്തയക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം തേടുന്നുണ്ട്, പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെന്ന് കടകംപള്ളിയും പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമായി കിട്ടണം. അത് ഇപ്പോൾ മാത്രമല്ല, മുഖ്യമന്ത്രിയെ 2 തവണ കേരള സംഘത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്, സന്ദർശനാനുമതി നിഷേധിച്ചിട്ടുണ്ട് ഈ പ്രധാനമന്ത്രി. അത് അക്കാര്യം മുഖ്യമന്ത്രിക്ക് തന്നെ വന്ന് പറയേണ്ടതായും വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഓർമ്മയിലുള്ളത് നിയമസഭയ്ക്കകത്തടക്കം അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു എന്നാണ്. ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ളൊരു വിവാദം അവിടെ ഉണ്ടാകട്ടെ, അതിൽ നിന്ന് സംസ്ഥാനത്തെ BJP, ഇപ്പോൾ അവിടെ ഒറ്റ MLA മാത്രമുള്ള സംസ്ഥാനത്തെ BJP ഒരല്പം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയമായ വിദ്വേഷം ഈ സംസ്ഥാനത്തെ സർക്കാരിനോട് വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ കളിയും വീഴ്ചയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ കളിയും അതിസാമർഥ്യവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട്. അല്ല, ഞങ്ങൾ സാമർഥ്യത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ തന്നെയാണ്. അതിൽ ഞാൻ അപ്പോളജറ്റിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു പോയിന്റ് പറയാം. രാജേഷിന് മാത്രം അറിയാവുന്ന കാര്യമാണ് 4, 5, 6 PM വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു എന്നാണല്ലോ CN മോഹൻ പറയുന്നത്. ഇവിടെ സനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരള മുഖ്യമന്ത്രി പറഞ്ഞു PMOയുമായി കമ്മ്യൂണിക്കേഷനുകൾ നിരന്തരം നടന്നു വരികയാണ് എന്ന് കേരള മുഖ്യമന്ത്രി അഡ്മിറ്റ് ചെയ്തതായിട്ട് സനീഷ് തന്നെ പറഞ്ഞു.
അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല താങ്കൾ പറഞ്ഞത്, അതല്ല ശ്രീ വി രാജേഷ് താങ്കൾ പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതല്ല താങ്കൾ പറഞ്ഞത്. അതായത് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനും പറയുന്നു, മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വരാൻ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി ഇങ്ങോട്ട് അറിയിച്ചു എന്നാണ്. താങ്കൾ ആ ഭാഗത്ത് പിന്നോട്ട് പോവുകയാണ്. അവിടെ താങ്കളെ സംശയിക്കേണ്ടതായി വരും. അല്ലല്ല സനീഷേ, അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് ആ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന്. ആ കമ്മ്യൂണിക്കേഷനിലാണ് 4, 5, 6 എന്നുള്ള ഡേറ്റുകൾ വരുന്നത്. ഞാനത് പറഞ്ഞു. മുഖ്യമന്ത്രി അതിനു മുമ്പുള്ള ഡേറ്റുകൾ താങ്കൾ ഊഹം വെച്ച് പറയുകയാണെങ്കിൽ അത് പറയണം ശ്രീ വി രാജേഷ്. താങ്കൾ ഊഹം വെച്ച് പറയുകയാണ്. എൻ്റെ കയ്യിൽ ആ കണക്കുണ്ട്. അതായത് 9-ാം തീയതി അദ്ദേഹം 3 വരെ അദ്ദേഹം വിദേശ പര്യടനത്തിൽ, 7, 8 പോകുന്നു. നാട്ടിൽ 3 ദിവസം ഉണ്ടാകും. ഒരു ദിവസം മന്ത്രിസഭാ യോഗം നടക്കും. ബാക്കി 2 ദിവസത്തിൽ ഒരു ദിവസം ഞാൻ വരാം എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ വരാം, പ്രധാനമന്ത്രി അങ്ങോട്ട് വരും എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട് എന്ന്. ആശയവിനിമയം വേറെയും ഇങ്ങോട്ട് ഉറപ്പ് തരുന്നത് വേറെയുമാണ്. താങ്കൾ വാദങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകരുത് ശ്രീ വി രാജേഷ്. സനീഷ് അങ്ങനെ സമർത്ഥിക്കാൻ നോക്കണ്ട. ഞാൻ വാദങ്ങൾ ഉറച്ചു നിന്നുകൊണ്ടാണ് പറയുന്നത്. 4, 5, 6 അദ്ദേഹം വരാൻ തയ്യാറാണെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അത് കൺഫേം ആവുമ്പോൾ കേരള സർക്കാർ അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം അറിയിക്കും. 4, 5, 6 അല്ല, ഈ 3 ദിവസങ്ങളിൽ 2 ദിവസം, ഒരു ദിവസം അവിടെ മന്ത്രിസഭാ യോഗം ഉണ്ട്. സാമർത്ഥ്യത്തോടെ ഒരു ദിവസം ഈ 3 ദിവസമുണ്ട്. അതിൽ ഉദ്ഘാടനമാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ക്യാബിനറ്റ് ഏതെങ്കിലും ഒരു കേരള ഗവൺമെൻറ് സൗകര്യം പോലും കേന്ദ്ര ക്യാബിനറ്റ് മാറ്റിവെക്കാൻ തയ്യാറാണ്. ക്യാബിനറ്റ് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറ് തന്നെയാണ്. ഇവിടെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇനി താങ്കൾ ചോദിച്ചു സമർത്ഥമായി BJP രാഷ്ട്രീയം നടത്തി. ഞങ്ങൾ സമർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിൽ. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ക്ഷണനത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കം വന്നല്ലോ. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഇത് PMOയുടെ മാത്രം സഹകരണം കൊണ്ടല്ലല്ലോ. നഗരവികസന മന്ത്രാലയം, അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് മന്ത്രാലയം, അതോടൊപ്പം തന്നെ റെയിൽവേ മന്ത്രാലയം, ഈ മന്ത്രാലയങ്ങളിൽ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ടോ? വെങ്കയ്യ നായിഡു ഈ റെയിൽവേ കോച്ച് നിർമ്മിക്കുന്നത് തെലങ്കാനയിലാണല്ലോ. കേരളത്തിലേക്കുള്ള റെയിൽവേ കോച്ച് കയറ്റിവിടാൻ വേണ്ടി 2 ദിവസം തെലങ്കാനയിൽ തങ്ങി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ റെയിൽവേ കോച്ച് അന്നത്തെ റെയിൽവേ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന ആര്യാടൻ മുഹമ്മദ് മന്ത്രിക്ക് കൈമാറിയത് വെങ്കയ്യ നായിഡു ആണ്. ഈ ഉദ്ഘാടനത്തെക്കുറിച്ച് ആ ഓഫീസിലേക്ക് ഒരു കത്തെങ്കിലും അയച്ചിട്ടുണ്ടോ? അവിടെയും താങ്കളുടെ വാദം സ്വയം റദ്ദാക്കും. വി രാജേഷ്, അവിടെയും താങ്കളുടെ വാദം റദ്ദാക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് അദ്ദേഹത്തിന്റെ സമയം തേടി നിരന്തരമായി ആശയവിനിമയം നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെങ്കിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടിയതിനു ശേഷമാണ് ഈ പറയുന്ന മന്ത്രാലയത്തെ അറിയിക്കേണ്ടത്. ഇതാ ഈ ദിവസം പ്രധാനമന്ത്രിയുടെ ദിനം കിട്ടിയിരിക്കുന്നു, നിങ്ങൾ കൂടെ വരണമെന്ന്. അതുകൊണ്ട് അവിടെ അറിയിച്ചിട്ടില്ല എന്ന വാദം റദ്ദാക്കപ്പെടും. കടകംപള്ളി സുരേന്ദ്രൻ 30-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പെഴുതി വെച്ച് വായിക്കുമ്പോൾ വെങ്കയ്യ നായിഡുവിൻ്റെ ഓഫീസിലേക്ക് അറിയിച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ നിതിൻ ഗഡ്കരിയുടെ ഓഫീസിലേക്ക് അറിയിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഒരു പ്രതിനിധിയും കേരളത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വരണമെന്ന് കേരള ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുമായിരുന്നുവെങ്കിൽ 30-ാം തീയതിയുള്ള ഉദ്ഘാടനം നടത്തുന്നുള്ള കുറിപ്പുമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ വരുമ്പോഴേക്കും അതിനു മുൻപ് വെങ്കയ്യ നായിഡുവിൻ്റെ ഓഫീസിലേക്കെങ്കിലും ഒരു കത്തയക്കണ്ടേ? ശരിയാവുകയില്ല ശ്രീ വി രാജേഷ്. ആകെപ്പാടെ നമുക്ക് പറയാനുള്ളത് അവർക്ക് ഈ 30-ാം തീയതി എന്ന ഡേറ്റ് നിശ്ചയിച്ചു എന്ന് നാട്ടുകാരോട് പറഞ്ഞത് പെശകി. അത് പെശകാണെന്നറിഞ്ഞ മുഖ്യമന്ത്രി ഒട്ടും ഒരു ദിവസം പോലും വൈകാതെ വന്ന അക്കാര്യം തിരുത്തി. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പിശകിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെയും പ്രധാനമന്ത്രിയുമായിട്ട് ആശയവിനിമയം നടത്തുകയാണ്. ആ ഡേറ്റ് കിട്ടിയാൽ ഉടനെ നഗരവികസന മന്ത്രാലയത്തെ അറിയിക്കും, മറ്റു മന്ത്രിമാരെ അറിയിക്കും. അക്കാര്യത്തിലൊന്നും അവർക്ക് പിശകുണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തെ നിൽക്കാനാവുകയുള്ളൂ. അതായത് ഈ 30 എന്ന തീയതി ആലോചിക്കാതെ പ്രഖ്യാപിച്ചു എന്നത് മാത്രമാണ് അവരുടെ കുഴപ്പമെന്ന്. അല്ല, പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കിട്ടിയില്ല എന്നിരിക്കട്ടെ, നഗരവികസന മന്ത്രാലയത്തെ അറിയിക്കണ്ടേ? നഗരവികസന മന്ത്രാലയത്തെ നാളിതുവരെ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നതായിട്ടൊരു കത്ത് പോയിട്ടില്ല. ഒരു കത്തെങ്കിലും പോയിരുന്നെങ്കിൽ അവരെ വിളിക്കണമെന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയാം സനീഷേ, ഇതിൻ്റെ 2ാം ഘട്ട വികസനമാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. ഞങ്ങളുടെ വ്യൂ പോയിന്റ് എന്താണെന്ന് കരുതിയാൽ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ മറ്റുള്ള മന്ത്രിമാരെ ഉൾപ്പെടെ എറണാകുളത്ത് കൊണ്ടുവന്ന് പരമാവധി പ്രതിപക്ഷത്തെ ഉൾപ്പെടെ കൊണ്ടുവന്ന്
കേരള വികസനത്തിൻ്റെ ഒരു തിലകക്കുറിയാകേണ്ട കൊച്ചി മെട്രോയെക്കുറിച്ച് എല്ലാവരെയും വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിൽ നിന്ന് പരമാവധി ഫണ്ട് വാങ്ങിക്കൊണ്ട് ഇതിനെ പരമാവധി പെട്ടെന്ന് രണ്ടാം ഘട്ട വികസനവും തീർക്കണം. വളരെ പോസിറ്റീവായുള്ള ചിന്താഗതിയാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ സി എൻ മോഹനിലേക്ക് ഒരു തവണ കൂടെ പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ വി രാജേഷ്, പക്ഷേ നിങ്ങളുടെ സർക്കാരാണല്ലോ ഈ രാജ്യത്ത് എത്രയോ കാലമായി നിലനിൽക്കുന്ന VIP സംസ്കാരം അവസാനിപ്പിക്കും എന്ന് പറയുകയും തീരുമാനമെടുക്കുകയും അതിനുവേണ്ട നടപടികളിലേക്ക് സുധീരം കടക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആരും വരേണ്ടതില്ല, നിങ്ങൾ ഉദ്ഘാടനം നടത്തിക്കോളൂ എന്നൊരു നിലപാടല്ലേ പ്രധാനമന്ത്രിയും BJPയും പറയേണ്ടത്? നിങ്ങളതിന് പിന്നെ വിവാദം ഉണ്ടാകുന്നത് ശരിയാണോ? ഈ പറയുന്ന തമിഴ്നാട്ടിലും മറ്റുള്ളിടങ്ങളിലും മെട്രോ അതാതിടങ്ങളിലും മുഖ്യമന്ത്രിമാർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അക്കാര്യം കണ്ട് അദ്ദേഹം വരേണ്ടതില്ല, നിങ്ങൾ ഉദ്ഘാടനം നടത്തിക്കോളൂ എന്ന് BJP സംസ്ഥാന ഘടകം കൂടെ പറയേണ്ടതല്ലേ? അതായത് നേരത്തെ ശ്രീ വിജയനുണ്ണി അദ്ദേഹം പറഞ്ഞതുപോലെ ഉദ്ഘാടനം കാത്ത് VVIPകളെ കാത്ത് ഒരു പ്രോജക്റ്റും കാത്തു സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു രാത്രി ഇരുട്ട് വെളുക്കുമ്പോഴേക്കും വളരെ വലിയൊരു മാറ്റം നമ്മുടെ ജനാധിപത്യത്തിൽ സാധ്യമല്ല. കാര്യം രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് VIP സംസ്കാരം അവസാനിപ്പിക്കണം എന്നുള്ള ചർച്ച ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുക്കുകയും ബീക്കൺ ലൈറ്റിൻ്റെ കാര്യത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെയും BJPയുടെയും കാഴ്ചപ്പാടുള്ള വികസനത്തിലേക്ക് ഇന്ത്യ പോകുമ്പോൾ സാധാരണക്കാരും ഭരണാധികാരികളും തമ്മിലുള്ള വേർതിരിവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കുറച്ച് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യയെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവസാനിപ്പിക്കാം. ശ്രീ CN മോഹനൻ, നോക്കൂ, ഇതൊക്കെ പറഞ്ഞാലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച മുഖ്യമന്ത്രി തന്നെ വന്ന് തിരുത്തിയിട്ടുണ്ട്. വലിയ അപകടം ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെയും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടെങ്കിലും വീഴ്ച ഉണ്ടാകാതെ പോകാൻ സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കാമോ? സനീഷ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചർച്ചയുടെ ഗൗരവത്തെക്കുറിച്ച് സനീഷ് പറഞ്ഞു. പ്രധാനമന്ത്രി ക്യാബിനറ്റ് മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ രാജേഷ് പറഞ്ഞത്. ക്യാബിനറ്റ് മാറ്റിവെച്ച് കേന്ദ്ര ക്യാബിനറ്റ് മാറ്റിവെച്ചതിന് ശേഷം മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുമെന്ന് ഈ ചർച്ചയ്ക്കകത്ത് നമ്മൾ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണോ യഥാർത്ഥത്തിൽ വരുന്നത്? ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ഗവൺമെൻറ്റിന് ഭയങ്കരമായിട്ടുള്ളൊരു വീഴ്ച വന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് നോക്കിയിരിക്കുകയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി ഡേറ്റ് നോക്കിയിരിക്കുന്നത് സാധാരണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അകത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള കോൺസ്റ്റൻറ്റ് ടച്ചിലാണെന്നുണ്ടെങ്കിൽ ആ വിവരം പറയേണ്ടത് മുഖ്യമന്ത്രി ആ നിമിഷം അറിയാനുള്ള സംവിധാനം ഉണ്ടെന്ന് ഞാൻ പിന്നെ ആരോടും ഈ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനൊക്കെയുള്ള സംവിധാനം മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് നോക്കുകയാണ്. മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗവൺമെൻറ്റും ഒരു തുറന്ന സമീപനത്തിലാണ് ഇത്. അതിൽ പിന്നെ വേറെ ഇടയ്ക്ക് കയറിയതിന് ശേഷം ആ ദിവസം ഒഴിവുണ്ട്, ഈ ദിവസം ഒഴിവുണ്ട്, വേണമെങ്കിൽ ക്യാബിനറ്റ് മാറ്റി വയ്ക്കാം എന്നൊക്കെ പറയുന്നത് ഈ പ്രശ്നത്തിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ സമീപിക്കുന്ന രീതിയുടെ ഗൗരവം ചോർത്തിക്കളയുന്ന സംഭവമാണ്. എന്തായാലും ഈ വിവാദം ഉണ്ടായത് പ്രധാനമന്ത്രി വരട്ടെ, നമ്മുടെ കേരളത്തിൽ വികസനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം. ഇതെല്ലാം ഇടയ്ക്ക് കയറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല, ഈ ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും നമ്മുടേതുപോലുള്ള ഗൗരവപ്പെട്ട ഒരു ചർച്ചയ്ക്കകത്ത് അത് ആശാസ്യമായ കാര്യമല്ല. തീർച്ചയായും. ശ്രീ CN മോഹൻ, അവസാനമായി ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ CN മോഹനൻ, പ്രധാനമന്ത്രിക്ക് വലിയ തിരക്കുകളുണ്ട്. അദ്ദേഹത്തിന് റഷ്യയും സ്പെയിനും ജർമ്മനിയും അത് കഴിഞ്ഞ് കസാക്കിസ്ഥാനിലേക്ക് വേറൊരു കോൺവെൻഷനിൽ, അതിനുശേഷം ഈ പറയുന്ന US-ലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരുപാട് ജോലികളുമുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് പല പരിപാടികൾക്ക് പോകേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഏതായാലും ഈ വിവാദം എത്രത്തോളമായി പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഞങ്ങൾ മെട്രോ ഉദ്ഘാടനം ചെയ്യൂ എന്ന നിലപാട് സംസ്ഥാന സർക്കാരും CPM-ഉം സ്വീകരിക്കുമോ? ശ്രീ CN മോഹനൻ. അല്ല, എനിക്ക് തോന്നുന്നില്ല. പ്രധാനമന്ത്രി നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ പ്രധാനമന്ത്രി സ്ഥിരമായി ഇന്ത്യയിൽ താമസിക്കുന്ന ആളല്ലല്ലോ. അദ്ദേഹം കൂടുതൽ സമയം പുറത്ത് താമസിക്കുന്ന ആളും ഇടയ്ക്ക് ഇന്ത്യ വരുന്ന ആളാണ്. അദ്ദേഹം സൗകര്യം കിട്ടുമ്പോൾ വരുമ്പോൾ കേരള ഗവൺമെൻറ്റിന് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, ഉദ്ഘാടനം ചെയ്യട്ടെ. എന്തായാലും മെട്രോയിൽ ഈ വിജയനുണ്ണി സാർ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധ്യതയുണ്ട്, അതും ആലോചിക്കട്ടെ. എന്തായാലും അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ശ്രീ VV രാജേഷ്, ഒരു ചെറിയ കുത്ത് താങ്കളുടെ പ്രധാനമന്ത്രിക്ക് നേരെ ഉള്ളത് കൊണ്ട് താങ്കൾക്ക് അവസാനിപ്പിക്കാം. അല്ല, അദ്ദേഹം ഒരു CPM നേതാവ് മാത്രമായതുകൊണ്ട് ഗവൺമെൻറ് പ്രതിനിധിയാവില്ല. കുൽഭൂഷൺ യാദവിനെ പോലുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടാണ്. വിദേശ രാജ്യങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വിദേശത്താണ് ജീവിക്കുന്നത്.
അതിന്റെ ഗുണം കുൽഭൂഷൺ യാദവിന്റെ കുടുംബത്തിന് കിട്ടുന്നുണ്ട്. തീർച്ചയായും അദ്ദേഹം എതിർക്കാനില്ല. വളരെ നന്ദി ശ്രീ വി രാജേഷ്, ശ്രീ അറേബ്യൻ രാജ്യങ്ങളുടെ സി എൻ മോഹൻ, ശ്രീ തിരുവഞ്ചൂർ, ശ്രീ എം വിജയനുണ്ണി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഏത് നിലക്കുള്ള സംസാരങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ നടക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ കൊച്ചി മെട്രോക്കകത്ത് കയറാൻ നാട്ടുകാർക്ക് അവസരമുണ്ടാവുകയുള്ളൂ. പ്രധാനമന്ത്രി ഇക്കാര്യത്തിലെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഇക്കാര്യത്തിൽ വേണ്ട നിലപാട് കൃത്യമായിട്ടെടുക്കുമോ? ഇത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളാണ് അറിയേണ്ടത്. വളരെ നന്ദി. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന തീയതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് വിവാദമായി. പ്രധാനമന്ത്രി വന്നാലും ഇല്ലെങ്കിലും മെയ് 30 ഉദ്ഘാടനം നടത്തുമെന്ന കടകംപള്ളിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തി. ഉദ്ഘാടന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് വിശദീകരണം. പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്നും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിക്കെതിരെ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നെന്ന് BJP. ബാലകൃഷ്ണപിള്ളയോടുള്ള നിലപാടിൽ മാറ്റമില്ലെന്ന് VS അച്യുതാനന്ദൻ. ഏത് അഴിമതിക്കാരെയും വിശുദ്ധനാക്കാമെന്ന് CPM തെളിയിച്ചെന്ന് MM ഹസൻ. ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിലെടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കാനം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയിൽ കേരള കോൺഗ്രസിന് ജയം. CK വിനീതിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നടപടിയിൽ കേന്ദ്ര ഇടപെടൽ. AG's ഓഫീസിൽ നിന്നും പിരിച്ചുവിട്ടത് അന്വേഷിക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി. സർക്കാർ കളിക്കാർക്കൊപ്പമാണെന്നും വിജയ് ഗോയൽ. കേന്ദ്ര ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതെന്ന് CK വിനീത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജസ്റ്റിസ് കർണന് തിരിച്ചടി. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണൻ നൽകിയ ഹർജി പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി. ഹർജി നിലനിൽക്കില്ലെന്നും കോടതി. ന്യൂസ് 18 വാർത്ത. നിയമസഭയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ ഉന്നയിച്ച് പ്രതിപക്ഷം. മഞ്ചേരിയെ മികച്ച മെഡിക്കൽ കോളേജാക്കുമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് പനി പടരുന്നു. തിരുവനന്തപുരത്ത് ഡെങ്കിപ്പനി പിടിച്ചു നിർത്താനാകാതെ ആരോഗ്യവകുപ്പ്. വിഴിഞ്ഞം ചൊവ്വര ക്ലിഫ് ഇടിച്ചു നിരത്തുന്നതിനെതിരെ റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ. 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് നിർദ്ദേശം. പഞ്ചായത്ത് സെക്രട്ടറിക്ക് സസ്പെൻഷൻ. കടകംപള്ളി ഭൂമി തട്ടിപ്പിലും സർക്കാർ നടപടി. വില്ലേജ് ഓഫീസിൽ നിന്ന് റവന്യൂ വിജിലൻസ് രേഖകൾ പിടിച്ചെടുത്തു. ന്യൂസ് 18 ഇംപാക്ട്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.